കൊല്ലം പത്തനാപുരത്ത് കരവൂരിൽ പശുവിനെ അജ്ഞാത ജീവി കടിച്ചു കൊന്നു. പുലിയാണ് ആക്രമിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുരുമ്പിനാംകുഴി ക്ഷീരകർഷകനായ ബിജുവിന്റെ പശുവാണ് ചത്തത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ് നമ്മളോടൊപ്പം. വയനാട്ടിലെ കടുവയുടെ ആക്രമണത്തിന്റെ ഭീതി ഒഴിഞ്ഞു കഴിയുമ്പോൾ ഇതാ പത്തനാപുരത്ത് നിന്ന് ഒരു അജ്ഞാത ജീവിയുടെ ഭീതി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. രാജ്കുമാർ, ഇത് വനമേഖലയാണോ? എന്താണ് സംഭവിച്ചത്? പുലി ഇറങ്ങിയതാണെന്നാണോ നാട്ടുകാരുടെ സംശയം? ഇത് മനുഷ്യമൃഗ സംഘർഷ മേഖല തന്നെയാണ്. അതേസമയം വനത്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു റബ്ബർ എസ്റ്റേറ്റ്, ആ റബ്ബർ എസ്റ്റേറ്റിൻ്റെ പരിസരത്താണ് ഇവർ താമസിക്കുന്നത്. ജനവാസ മേഖലയെന്ന് നമുക്ക് പറയാൻ കഴിയൂ. പഞ്ചവടി എസ്റ്റേറ്റിൻ്റെ ആ സൈഡിലാണ് ഇവരെല്ലാം ജീവിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഈ ക്ഷീരകർഷകൻ, നമ്മുടെ ഈ ബിജുവിൻ്റെ ക്ഷീരകർഷകനായ ബിജുവിൻ്റെ മാളു എന്ന് പറയുന്ന പശുവിനെയാണ് ഇന്നലെ ഈ പശു കടിച്ചു കൊന്നത്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതേസമയം നാട്ടുകാർ പറയുന്നത് പുലിയാണ് കടിച്ചു കൊന്നതെന്ന് പറയുന്നത്. പക്ഷേ പുലിയുടെ ഇതിൻ്റെ കാൽപ്പാടുകളോ മറ്റൊന്നും ഫോറസ്റ്റിന് കണ്ടെത്താനായിട്ടില്ലെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. എന്തായാലും ബാക്കി ക്ഷീരകർഷകർക്കാണല്ലോ ഏറ്റവും വലിയ നഷ്ടം. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ബിജു, എന്താ സംഭവിച്ചത്? ഇന്നലെ രാവിലെ എൻ്റെ ഭാര്യ കന്നാലി അഴിച്ചുകൊണ്ട് ഈ എസ്റ്റേറ്റാണ്, പഞ്ചവടി എസ്റ്റേറ്റ്, അവിടെ കൊണ്ട് തീറ്റിയിട്ട് കെട്ടിയിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് കറക്കുന്ന സൊസൈറ്റി പാല് കൊടുക്കുന്നതാണ്. അങ്ങനെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ച് എന്തൊക്കെ പാകം ചെയ്തപ്പോൾ കന്നാലി ഇവിടെ നിന്ന് കേൾക്കാം, കരയുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ഇവിടുന്ന് കയറി ചെല്ലുമായിരുന്നു. കയറി ചെന്നപ്പോൾ അവിടുന്ന് എന്തോ വ്യക്തമായിട്ട് കണ്ടില്ല, എന്തോ ഒന്ന് ഓടി കാട്ടിലോട്ട് കയറുന്നതായിട്ട് കണ്ട് ചെന്നപ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്താണ് പിടിച്ചേക്കുന്നത്. വേറെ എങ്ങും മുറിവൊന്നുമില്ല, ഇവിടെ പിടിച്ച് ആഴത്തിലുള്ള മുറിവുണ്ട്. ഈ രണ്ട് ഭാഗത്ത് ബ്ലഡ് ഒരുപാട് പോയിട്ട് പശു ചത്തിട്ടില്ല, അപ്പോൾ കിടന്ന് പടയ്ക്കുന്നേ ഉള്ളൂ. അവൾ ചെന്ന് നോക്കി എടുക്കുകയൊക്കെ ചെയ്ത് അതിനെ തടവി, എന്നിട്ടൊന്നും ഇന്ന് ബ്ലഡ് കണ്ടമാനം ഈ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഫോൺ ചെയ്ത് ആൾക്കാരെയൊക്കെ വിളിച്ച് എല്ലാവരും കൂടെ വന്ന് നോക്കിയെടുത്ത് ഇതിന് മുമ്പും ഇതേ ഭാഗത്ത് വെച്ച് എൻ്റെ ഒരു ക്ടാവിനെ ഇത് പുലി പിടിച്ച് അന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് നോക്കിയിട്ട് അത് ചെന്നായാ പിടിച്ചതെന്നൊക്കെ പറയുന്നു. ഈ വീട്ടിൽ കെട്ടിയിട്ടപ്പോൾ രാത്രിയിൽ ഒരു 12:30 ആയപ്പം ഒരു കൊച്ചു കുട്ടിയെ ഈ പുലി വന്ന് പിടിക്കുന്നു. സൗണ്ട്, ഈ കന്നാലികളെല്ലാം കരഞ്ഞ് ഞങ്ങൾ രാത്രി എണ്ണിച്ച് അപ്പത്തിന് എന്ത് വന്ന് കണ്ടില്ല, ഓടിപ്പോൾ. ഒരു ദിവസം അത് കഴിഞ്ഞ് 3-ൻ്റെ അന്ന് 8 മണിയായപ്പം വൈകിട്ട് അപ്പം ഞാൻ മുറ്റത്തിരിക്കുന്നു, ഇതവണ കരഞ്ഞ് ലൈറ്റ് അടിച്ചപ്പം ഇവിടെ നിന്ന് ഈ കുട്ടിയുടെ അടുത്തുനിന്ന് മിന്നായം പോലെ പോകുന്ന ഞാൻ കണ്ടു, പായഞ്ഞു പോകുന്നത് ഒരു ചാരക്കളർ. വ്യക്തമായിട്ട് ഇപ്പോൾ ബാക്ക് സൈഡാണ് അന്നേരം എനിക്ക് മനസ്സിലായി പുലിയാണെന്ന്. അപ്പോൾ എൻ്റെ വീടിന് അപ്പുറത്ത് ഈ പുലി പിടിച്ചെന്ന് പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീട്ടിൽ CC ക്യാമറ ഉണ്ട്. ആ ക്യാമറയിൽ ഇതിനെ കാണുകയും ചെയ്ത് കണ്ടപ്പോൾ അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഈ കാട്ടിലെ പൂച്ചയാതെന്ന്. വ്യക്തമായിട്ട് നമുക്കറിയാം, വലിയ വാലുമായിട്ട് നീളമുള്ള പുലി പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഉദ്യോഗസ്ഥർ നാട്ടുകാർക്കൊക്കെ എന്താ പറയാനുള്ളത്? ഇവിടെ ജനവാസ മേഖലയാണ്. ഈ പശുവിനെ വളർത്തിയാണ് ക്ഷീരകർഷകർ ജീവിക്കുന്നത്. നിരന്തരം വനത്തിൻ്റെ സാമീപ്യമൊന്നും അടുത്തില്ലെങ്കിൽ പോലും ഈ എസ്റ്റേറ്റിനകത്ത് പുലിയുടെ എല്ലാം വലിയ ശല്യം ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് വരുന്നു. അവരുടെ കർഷകർക്ക് ഒരു പശുവിനെ പിടിക്കുമ്പോൾ അവരുടെ ജീവിതമാർഗ്ഗമാണ് നിലച്ചു പോകുന്നത്. തീർച്ചയായും ഈ കർഷകരെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗമായിട്ടുള്ളതാണ്. തീർച്ചയായും അവരെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ കറവൂർ മേഖല എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ആനയും ഒരു സൈഡിൽ പുലിയും. പക്ഷേ ഈ റിസർവ് വനമല്ല ഇത്. അൽക്കീഷയും പിന്നെ കശുമാവും മുള പോലുള്ള ചെറിയ KFDCയുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്ലാന്റേഷൻ മേഖലയാണ്. ഇവിടെ നിരന്തരമായി ഇപ്പം പത്തനാപുരത്തിന് തൊട്ടടുത്ത് വരെ കിടക്കുന്ന ഈ പ്ലാന്റേഷൻ മേഖലയാണ് ഈ തോട്ടം, അൽക്കീഷ തോട്ടം. ഇവിടുത്തെ ഈ പുലിയുടെ സാന്നിധ്യം അങ്ങേയറ്റം കർഷകർക്കും വിദ്യാർത്ഥികളായിട്ടുള്ള കൊച്ചുകുട്ടികൾക്കും മറ്റ് ആടുകൾക്കും എല്ലാം ദോഷമുണ്ടാകുന്ന തരത്തിലേക്കാണ് ഉള്ളത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിരന്തരമായി അറിയിക്കുന്നുണ്ടെങ്കിലും അവർ വന്നു പോവുകയാണ്. പിന്നെ അവർ ഈ കാൽപ്പാടുകൾ പരിശോധിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വിശ്വസനീയമായ കാര്യമല്ല. കാരണം ഈ വേനൽക്കാലത്ത് ഈ റബ്ബറൻ തോട്ടത്തിൽ കരിയില വീണ് കിടക്കുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെ കാൽപ്പാട് കിട്ടും? അവർ ഊഹാഭോഗത്തിലാണ് കാൽപ്പാടില്ല എന്ന് പറഞ്ഞു പോകുന്നത്. പുലിയുടെ സാന്നിധ്യം ഇവിടെ നിറസാന്നിധ്യം തന്നെയാണ്. പുലി ജനങ്ങൾ അങ്ങേയറ്റം ആശങ്കയിലുമാണ്. മനു, ഞാനത് കേട്ടു രാജ്കുമാർ. അവരുടെ ആശങ്ക നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം സ്വന്തം ജീവനും സ്വത്തിനും നേരെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ നാട്ടുകാർക്ക് ആശങ്കയുണ്ടാവുന്ന സ്വാഭാവികമാണ്. അത് പരിഹരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു വനം വകുപ്പ് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെ. കാരണം ഇതിപ്പോൾ മലയോര മേഖലകളിലെ ഒരു പതിവ് സംഭവമാവുകയാണ് ഈ വന്യമൃഗ ശല്യം രൂക്ഷമാകുന്നത്. നമുക്കറിയാം, നമുക്ക് അതിൽ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുക, അവരുടെ കൂടെ നിൽക്കുക എന്നത് മാത്രമാണ് ഈ ഘട്ടങ്ങളിൽ നമുക്ക് പറയാനുള്ളത്.